മറ്റൊരാവശ്യത്തിന് നാഗർകോവിൽ പോകേണ്ടി വന്നപ്പോഴാണ് ഇവിടുന്ന് 30 മിനിറ്റുള്ളൂ കന്യാകുമാരി എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ഊട്ടിയും കോയമ്പത്തൂരും മാത്രമേ കണ്ടിട്ടുള്ളൂ തമിഴ്നാട്ടിൽ. അപ്പോൾ പിന്നെ ഇത് കാണാതെ എങ്ങനെയാണ് പോവുക? ഇന്ത്യൻ ഓഷനും അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും ഒരുമിച്ച് ചേർന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. നാഗർകോവിൽ എനിക്ക് ഒരു കൊച്ചു കേരളമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുന്നത് എൻ്റെ അനിയത്തിയോടെ പോകുമ്പോഴാണ്. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അവൾ. അങ്ങനെ ഞങ്ങളൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തി. ഫസ്റ്റ് തന്നെ അവിടെ ഒരു മ്യൂസിയം കണ്ടു. അപ്പോൾ അവിടെയാണ് പോയത്. അവിടെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ തിരുവള്ളുവരിൻ്റെ സ്റ്റാച്ചു കാണുമായിരുന്നു. ഈ തിരുവള്ളുവരിൽ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. ഇദ്ദേഹം തമിഴ് പോയറ്റും ഫിലോസഫറും ഒക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ക്ലാസിക് വർക്കാണ് തിരുക്കുറൽ. അതിൽ 133 ചാപ്റ്റേഴ്സാണുള്ളത്. അതിനെ സിംബലൈസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ഈസ് 133 മീറ്റർ ടോൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് അവിടെ ഉണ്ടായത് എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് സീ എന്ന് പറയുന്നത് കുറേ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അവൾ ആ എക്സൈറ്റ്മെൻറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടെ തന്നെ ടെമ്പിളും ഉണ്ട്, ശ്രീ കന്യാകുമാരി ടെമ്പിൾ ഉണ്ടായിരുന്നു. ബട്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു ആ ടൈമിൽ. സോ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഇത്രയും ഫാസ്റ്റായിട്ട് ഞാനൊരു സ്ഥലം കണ്ടു തീർത്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ വേഗം പോയി വേഗം വന്നു. ഒന്നാമത്തത് ഒരു ഉച്ച സമയത്തായിരുന്നു പോയത്, അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ലാൻഡാണ് ഇത്. കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റായിട്ടുള്ള ഓഷനാണ്. അതും 3 ഓഷൻസ് കൂടി ചേർന്ന ഒരു സ്ഥലം. ജസ്റ്റ് ഇമാജിൻ ഹൗ അമേസിങ് ഇറ്റ് ഈസ്. ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.